ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഇതിൻ്റെ മുന്നേ 3 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 4ാമത്താണ്, പാർട്ട് 4 ആണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൃഷി മെച്ചപ്പെടുത്തുന്നതിന് ഹരപ്പൻ ജനത സ്വീകരിച്ച ഏതെങ്കിലും 3 മാർഗങ്ങൾ എഴുതുക. കൃഷി മെച്ചപ്പെടുത്തുന്നതിന് ഹരപ്പൻ ജനത സ്വീകരിച്ച ഏതെങ്കിലും 3 മാർഗങ്ങൾ എഴുതുക. 1. ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണിൽ കൃഷി ചെയ്തു. ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണിൽ കൃഷി ചെയ്തു. 2. കലപ്പ ഉപയോഗിച്ച് ഉഴുതുമറിച്ച് കൃഷി ചെയ്തു. കലപ്പ ഉപയോഗിച്ച് ഉഴുതുമറിച്ച് കൃഷി ചെയ്തു. 3. ജലസേചനത്തിനായി കനാലുകൾ നിർമ്മിച്ചു. ജലസേചനത്തിനായി കനാലുകൾ നിർമ്മിച്ചു. കൃഷി മെച്ചപ്പെടുത്തുന്നതിനായി ഹരപ്പൻ ജനത സ്വീകരിച്ച ഏതെങ്കിലും 3 മാർഗങ്ങൾ എഴുതുക. 1. ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണിൽ കൃഷി ചെയ്തു. 2. കലപ്പ ഉപയോഗിച്ച് ഉഴുതുമറിച്ച് കൃഷി ചെയ്തു. 3. ജലസേചനത്തിനായി കനാലുകൾ നിർമ്മിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഹരപ്പൻ സംസ്കാരത്തിലെ കാർഷിക മേഖലയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഹരപ്പൻ സംസ്കാരത്തിലെ കാർഷിക മേഖലയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 1. വൈവിധ്യമാർന്ന വിളവുകൾ കൃഷി ചെയ്തു. വൈവിധ്യമാർന്ന വിളവുകൾ കൃഷി ചെയ്തു. 2. ഫലഭൂയിഷ്ഠമായ മണ്ണിൽ കൃഷി. അടുത്തത്, ധാന്യങ്ങൾ ഉണക്കി സൂക്ഷിച്ചു. നഗരങ്ങളിലെ ഉൽപ്പാദന വസ്തുക്കൾക്ക് ഗ്രാമങ്ങളായിരുന്നു വിപണികൾ. ജലസേചനം ഉപയോഗപ്പെടുത്തി. വൈവിധ്യമാർന്ന വിളവുകൾ കൃഷി ചെയ്തു, അതുപോലെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ കൃഷി, ധാന്യങ്ങൾ ഉണക്കി സൂക്ഷിച്ചു, നഗരങ്ങളിലെ ഉൽപ്പാദന വസ്തുക്കൾക്ക് ഗ്രാമങ്ങളായിരുന്നു വിപണികൾ, ജലസേചനം ഉപയോഗപ്പെടുത്തി. അടുത്ത ക്വസ്റ്റ്യൻ, ഹരപ്പയിലെ നഗരാസൂത്രണത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക. 1. ഉറപ്പുള്ള ചുട്ട ഇഷ്ടികൾ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരുന്നത്. നഗരത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങൾ ഭരണാധികാരികൾ ഉപയോഗിച്ചു. താഴ്ന്ന ഭാഗങ്ങൾ സാധാരണക്കാർ ഉപയോഗിച്ചു. നഗരങ്ങളോട് ചേർന്ന് ധാന്യപ്പുരകൾ സ്ഥാപിച്ചു. ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചു. അതുപോലെ നഗരത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങൾ ഭരണാധികാരികൾ ഉപയോഗിച്ചു. താഴ്ന്ന ഭാഗം സാധാരണക്കാർ ഉപയോഗിച്ചു. നഗരങ്ങളോട് ചേർന്ന് ധാന്യപ്പുരകൾ സ്ഥാപിച്ചു. അതുപോലെ അഴുക്കുചാലുകൾ നിർമ്മിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹരപ്പയിൽ ഉൾഖനനത്തിന് നേതൃത്വം നൽകിയതാരെ? ഹരപ്പയിൽ ഉൾഖനനത്തിന് നേതൃത്വം നൽകിയതാരെ? ദയാറാം സാഹ്നി. ദയാറാം സാഹ്നി. അടുത്ത ക്വസ്റ്റ്യൻ, വെങ്കലയുഗ സംസ്കാരങ്ങളുടെ ചില സവിശേഷതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഓരോന്നും ഏത് സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് എഴുതുക. 1. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ലിപികൾ ഉപയോഗിച്ചു. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ലിപികൾ ഉപയോഗിച്ചു. അത് സൂചിപ്പിക്കുന്ന സംസ്കാരം മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. അടുത്തത്, പാപ്പിറസ് ചെടിയുടെ ഇലകൾ എഴുതാൻ ഉപയോഗിക്കുന്നത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഈജിപ്ഷ്യൻ സംസ്കാരം. പാപ്പിറസ് ചെടിയുടെ ഇലകൾ എഴുതാൻ ഉപയോഗിക്കുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. അടുത്തത്, അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ എഴുതാൻ തുടങ്ങിയത് ഏത് സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു? ചൈനീസ് സംസ്കാരം. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ എഴുതാൻ തുടങ്ങിയത് ചൈനീസ് സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന എഴുത്തുവിദ്യയുടെ പേരെന്ത്? മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന എഴുത്തുവിദ്യയുടെ പേരെന്ത്? ക്യൂണിഫോം. ക്യൂണിഫോം. അടുത്ത ക്വസ്റ്റ്യൻ, വെങ്കലയുഗ സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അവ ഓരോന്നും ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതുക. ഹൈറോഗ്ലിഫിക്സ്, ക്യൂണിഫോം, വലിയ കുളം. ഹൈറോഗ്ലിഫിക്സ് ഈജിപ്ഷ്യൻ സംസ്കാരം, ക്യൂണിഫോം മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, വലിയ കുളം സിന്ധു നദീതട സംസ്കാരം. ഹൈറോഗ്ലിഫിക്സ് ഈജിപ്ഷ്യൻ സംസ്കാരം, ക്യൂണിഫോം മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, വലിയ കുളം സിന്ധു നദീതട സംസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, സിന്ധു നദീതട സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്നറിയപ്പെടാനുള്ള കാരണമെന്ത്? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ഹരപ്പയിൽ നിന്നാണ് ലഭിച്ചത്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ഹരപ്പയിൽ നിന്നാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്നറിയപ്പെടാൻ കാരണം. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്